ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ നമ്പർ ഏതാണെന്നറിയോ? അത് വേറൊരു നമ്പരും അല്ല, ആ നമ്പറാണ് 42 അഥവാ 42. എന്തുകൊണ്ടാണ് 42ന്റെ ഏറ്റവും നിഗൂഢമായ നമ്പർ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറി ദി ആൻസർ ടു ദ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ലൈഫ്, ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറായിട്ട് ഗൂഗിൾ പറയുന്ന വരെ ഉത്തരം 42 ആണ്. ഇനി 42 എങ്ങനെയാണ് ഇതിന് ഉത്തരമായി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹിറ്റ്ച്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി എന്ന് പറയുന്ന ഒരു കോമിക് സയൻസ് ഫിക്ഷൻ ബുക്കിനകത്ത് പറയുന്ന കഥയാണ് ഇതിന് കാരണം. അതിൽ പറയുന്ന വേറൊന്നുമല്ല, കുറെ ഇന്റലിജൻസ് ആയിട്ടുള്ള കുറെ സ്പീഷ്യസ് കുറെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ലൈഫിന്റെയും യൂണിവേഴ്സിന്റെയും ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്. അവസാനം ഒരു മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഷൻ അവേഴ്സിന്റെ ആൻസർ ആയിട്ട് അവർക്ക് കിട്ടിയ ആൻസർ ആണ് ഈ 42 എന്ന് പറയുന്ന നമ്പർ. എന്നാൽ എന്തുകൊണ്ടാണ് ഈ 42 എന്ന് പറയുന്ന ഒരു നമ്പർ വന്നതെന്ന് അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് 42 എന്ന് പറയുന്നത് വളരെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ട് ഇപ്പോഴും മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സും ഇപ്പോഴും കരുതുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ കോമിക്കിൽ നിന്ന് വരുന്ന ഒരു ബുക്കിലെ കഥയല്ലേ, ഇതിൽ എന്താണ് ഇത്ര ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനല്ല. ഇനിയും ഒരു റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യം പറയാനാണെങ്കിൽ, വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം 100 വർഷത്തോളം കുറെ സയന്റിസ്റ്റുമാര് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻസ് 100ന് താഴെയുള്ള നമ്പേഴ്സിനെ ഒരു ക്യൂബിക്സിന്റെ സമ്മായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയുണ്ടായി. അവർ ബാക്കി എല്ലാ നമ്പേഴ്സിനെ ഓരോ കണ്ടുപിടിച്ചെങ്കിലും 42 എന്ന് പറയുന്ന നമ്പേഴ്സിനെ മാത്രം ഏത് ക്യൂബിക് നമ്പർ വെച്ചാണ് സമ്മേഷൻ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഉത്തരം കിട്ടിയില്ല. ലാസ്റ്റ് വർഷങ്ങളോളമുള്ള കഷ്ടപ്പാടും കൊണ്ടും അവസാനം 2019 ഈ 42 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ആ സയന്റിഫിക് കണ്ടുപിടിച്ച മെത്തേഡ് പറയുകയാണെങ്കിൽ ഒരുപാട് സൂപ്പർ കമ്പ്യൂട്ടറിന്റെയും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമത്തിന്റെയും അതും അതിന്റെ കമ്പ്യൂട്ടേഷനായിട്ട് മില്യൺസ് ഓഫ് അവേഴ്സ് ആണ് അവർക്ക് എടുത്തത്. ഈ സെയിം കാര്യം തന്നെയായിരുന്നു നമ്മുടെ നേരത്തെ കോമിക് ബുക്കായിട്ടുള്ള അവിടെയും നടന്നത്. കാരണം 42 എന്ന് പറയുന്ന ആൻസർ അറിയാം, പക്ഷെ അത് എങ്ങനെയാ വന്നേന്നുള്ള കാര്യമാണ് മില്യൺസ് ഓഫ് അവേഴ്സിലെ കമ്പ്യൂട്ടേഷനിൽ നിന്ന് അവർ കണ്ടുപിടിച്ചത്. ഇനി വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മിഷൻ ലേണിംഗ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തന്നെ ഒരു മെയിൻ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്ന ഒന്നാണ് മിഷൻ ലേണിംഗ്. ഈ മിഷൻ ലേണിംഗിൽ നമ്മൾ ഏത് കോഡ് എഴുതിയാലും അതിനൊരു റാൻഡം നമ്പർ ആയിട്ട് നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് കോഡ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ 42 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ അതിനുവേണ്ടി ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു റാൻഡം നമ്പർ. ഈ 42 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ റാൻഡമൈസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ആ കോഡിങ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഒരു പക്ഷേ നമ്മളെ കോഡ് ചെയ്ത ആള് ഈ 42 എന്ന് പറയുന്ന നമ്പർ എന്തിനെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പൊ ഓക്കെ ബൈസ് മീ എമ്മേ.